2026 JE Phase 1 21st January Shift 2 24th question നോക്കാം. ഈ ചോദ്യം കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നുള്ള ചോദ്യമാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആൻഡ് മാഗ്നറ്റിക് മൊമെന്റിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഈസി ടു മോഡറേറ്റ് ലെവൽ ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ പറയാം. Identify the metal ions among cobalt 2+, Ni2+, Fe2+, V3+, and Ti2+, having a spin-only magnetic moment value more than 3 Bohr magneton. The sum of unpaired electrons present in high-spin octahedral complexes formed by those metal ions. നമുക്ക് ഏതൊക്കെ മെറ്റൽ അയോണിനാണോ 3 ബോർ മാഗ്നറ്റോണിനേക്കാളും കൂടുതൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വരുന്നത് അവരുടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. ഇതാണ് ചോദ്യം. സോ ആദ്യം ആരൊക്കെ തരുന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് കൊബാൾട്ട് ആണ്. കൊബാൾട്ട് 3d7 4s2 വരുന്ന ആളല്ലേ. കൊബാൾട്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ 3d7 ആണ്. 3d7 നിങ്ങൾ വരച്ചു നോക്കിയേ. 1 2 3 4 5 6 7 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് 3 സംതിങ് ആണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് 3നേക്കാളും കൂടുതൽ കിട്ടണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് 1 ആകാൻ പാടില്ല. 1.73 കിട്ടുക. 2 ആയാൽ 2.8 കിട്ടുക. 3 ആയാൽ പറ്റും. 3 4 5 നമുക്ക് പറ്റും. കാരണം ഇവരുടെയൊക്കെ മാഗ്നറ്റിക് മൊമെന്റ് ഗ്രേറ്റർ ദാൻ 3 ബോർ മാഗ്നറ്റോൺ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ആളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് തന്നിരിക്കുന്നത് നിക്കൽ ആണ്. നിക്കൽ 3d8 4s2 is a valence electronic configuration. നിക്കൽ 2+ 3d8 ആണ്. 3d8നെ കൺസിഡർ ചെയ്യുന്നു. 1 2 3 4 5 6 7 8 2 അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. അത് പറ്റില്ല. 3 അതിലധികമോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണം. അടുത്തയാള് Fe2+ ആണ്. Fe 3d6 4s2 ആണ്. Fe2+ എടുക്കുമ്പോൾ 3d6 ആ. 3d6നെ വരച്ചു നോക്കിയാൽ 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ദാറ്റ് ഈസ് പോസിബിൾ. 3d6 നമുക്ക് പറ്റും. ഇനി V3+ഉം ടൈറ്റാനിയം 2+ഉം ആണ് ബാക്കി. വനേഡിയം 3d3 4s2 ആണ്. വനേഡിയം 3+ എന്ന് പറഞ്ഞാൽ 3d2 മാത്രമേ ഉണ്ടാവുള്ളൂ. 2 അൺപെയ്ഡ് ഇലക്ട്രോൺ പറ്റില്ല. 3 അതിലധികമോ വേണം. ടൈറ്റാനിയം എടുത്താൽ ഇറ്റ് ഈസ് 3d2 4s2. ടൈറ്റാനിയം 2+ലും 3d2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ പറ്റില്ല. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നയാള് കൊബാൾട്ട് 2+ഉം. കൊബാൾട്ട് 2+ല് അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആണ്. പിന്നെ Fe2+ ആണ്. അതിൽ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. സോ ഈ ഹൈ സ്പിൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിന്റെ സം ആണ് പറയേണ്ടത്. ഹൈ സ്പിൻ എന്ന് പറഞ്ഞാൽ പെയറിംഗ് ഒന്നും നടക്കുന്നില്ല. വീക്ക് ലിഗാൻഡിന്റെ പ്രസൻസിലാണ്. അപ്പൊ പെയറിംഗ് ഒന്നും നടക്കേണ്ട. നമ്മുടെ കയ്യിൽ ഇത് ഓൾറെഡി ഉണ്ട്. 4 3 7. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. ബിക്കോസ് ദിസ് ഈസ് ഹൈ സ്പിൻ കോംപ്ലക്സസ് ആണ് ഫോം ചെയ്യുക. ദർ ഇസ് നോ പെയറിംഗ് റിക്വയർഡ്. എത്രയാണോ ഉള്ളത് അത് അതുപോലെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പെയറിംഗ് ഒന്നും ഇല്ലാത്ത കേസ് തന്നെയാണ് നമ്മൾ ചെയ്തത്. 7 ഈസ് യുവർ ആൻസർ.